എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് ആലപ്പുഴക്കാരൻ ഒരു ഡെന്നീസ് വയലിൻ വായിക്കുന്ന ആളാണ്. അയാൾ വന്ന് ഒരു വയലിൻ കച്ചേരി നടത്തി. ആ വയലിൻ കച്ചേരി നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ആവശ്യപ്പെട്ടു, താങ്കൾ ഈ അല്ലിയാമ്പൽ ഒന്ന് വായിക്കണം. സാധാരണ പല വയലിൻ കച്ചേരിക്കാരും ഈ അല്ലിയാമ്പൽ വായിക്കാൻ പറഞ്ഞാൽ അവർ വയലിൻ ഓഫ് ചെയ്തിട്ട് അവരവിടുന്ന് റെക്കോർഡ് വിട്ടിട്ട് ഇത് അഭിനയിക്കുകയുള്ളൂ. പക്ഷേ ഇയാൾ അവിടെ നിന്ന് അത് കൃത്യമായിട്ടും വായിച്ചു. അത് വായിച്ചിട്ട് കല്യാണം നടന്ന സ്ഥലം അങ്ങ് സ്തബ്ധമായിപ്പോയി. ഈ പാർട്ടി നടക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും പലരുടെയും കൈയൊക്കെ ഇങ്ങനെ അങ്ങ് ഇരുന്നിടത്ത് ഇരുന്ന് പോയി. അത് പുള്ളി അങ്ങോട്ട് വായിച്ച ആൾക്കാരെ അതിനകത്തോട്ട് കൊണ്ടേ അങ്ങ് ഇറക്കി. അത് എന്തെന്ന് പറയാൻ പറ്റിയല്ല. അവസാനം 6-7 പ്രാവശ്യം അയാൾക്ക് വായിക്കേണ്ടി വന്നു. മനോഹരമായിട്ട് അയാൾ വായിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് രണ്ടുപേർ പറഞ്ഞു, എന്നാ കോപ്പാ വയലിൻ. ഞാനത് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ പലതരം ആളുകളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന കാര്യത്തിനകത്തെ നന്മ കണ്ടെത്തുന്നവർ. അവർ അതിനകത്തുള്ള നന്മ കണ്ടെത്തുക. ഇനി എല്ലാ കാര്യത്തിലും തിന്മ കണ്ടെത്തുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയെയും തിന്മയായും കാണുന്ന ഒരു സംഘം ആളുകൾ. എല്ലാ നന്മയും തിന്മയായി കാണുന്ന ഒരു സംഘം ആളുകൾ. എന്നെക്കൊണ്ട് പറ്റുകയില്ല, ന്യൂട്രലാണ്, നിങ്ങൾ വേണേൽ രക്തസാക്ഷി ആയിക്കോ എന്നും പറഞ്ഞുള്ള മൂന്നാമതൊരു വിഭാഗം. പിന്നെ എല്ലാ തിന്മയെയും നന്മയായി സ്വീകരിക്കുന്നവർ, അതിനെ അന്തംസ് എന്ന് പറയുന്നത്. എന്ത് വൃത്തികേട് കാണിച്ചാൽ അതെല്ലാം നന്മയായിട്ട് സ്വീകരിക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട്. അവരെയാ ഈ അന്തംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാമോ? ഒരുത്തന് കൊടുക്കുന്ന മൂല്യമുള്ള വിദ്യാഭ്യാസമാണ്. ഒരുത്തന് കൊടുക്കുന്ന മൂല്യമുള്ള വിദ്യാഭ്യാസം. നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി ചെല്ലാമെങ്കിൽ ഇങ്ങനെ സോളാർ പാടങ്ങൾ കിടക്കുന്നത് കാണാം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എന്തുമാത്രം സ്ഥലത്താണ് ഈ സോളാർ പാനലുകൾ വെച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെല്ലുമ്പം അത്ഭുതപ്പെട്ടു പോകും. എത്ര കോടി രൂപ മുടക്കിയിട്ടുണ്ട്, എന്തുമാത്രം കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഈ കറണ്ടിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതിന് ഇലക്ട്രിസിറ്റി ബോർഡ് ഒടുക്കത്തെ ബില്ലിട്ട് കൊടുക്കുകയല്ലോ. ഇങ്ങനെ നമുക്കും ചെയ്യാൻ. സാധാരണ മനുഷ്യനെല്ലാം, മൂല്യങ്ങളുള്ള മനുഷ്യനെല്ലാം അങ്ങനെ ചിന്തിക്കും. എന്നാൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരി എന്നെ ആദ്യം ചിന്തിക്കുന്നറിയോ, ഇതെങ്ങനെ എറിഞ്ഞു തകർക്കാം. കാരണം ഇവർ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളത് ഇതാ. ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ 90% എറിഞ്ഞ് തകർത്ത് വളർത്ത് വന്നിട്ട്. അതുകൊണ്ടല്ലേ നിയമസഭയെ കയറി നിന്ന് ആടിയത്, കണ്ടില്ലേ? അതൊക്കെ കിട്ടി. ഒന്നാമത് വിദ്യാഭ്യാസമില്ല, രണ്ടാമത് കിട്ടിയത് തന്നെ ഇങ്ങനത്തെ വിദ്യാഭ്യാസമായിപ്പോയി. ഇപ്പോൾ എന്നോടൊരു സ്നേഹിതൻ പറയാം, അമേരിക്കയിലെ കെന്നഡി എയർപോർട്ടിൽ ചെന്നാൽ മുഴുവൻ ഗ്ലാസ്സുകളാണ്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴേ അവരുടെ ചിന്ത എങ്ങനെ ഈ ഗ്ലാസ് തകർക്കാം എന്നുള്ളതാണ്. എങ്ങനെ ഇത് തകർക്കാം? കാരണം അവരുടെ ചെറുപ്പം മുതൽ അവർ കണ്ടിരിക്കുന്ന KSRTC തകർത്തു, പിന്നെ ഗ്ലാസുകൾ തകർത്തു. ഒരു കാലത്ത് KSRTC ബസ്സിന് അല്ലെങ്കിൽ കേരളത്തിലെ ബസ്സുകൾക്കൊക്കെ ഗ്ലാസുകളായിരുന്നു. പിന്നീട് ഷട്ടറായത് എന്തുകൊണ്ടാണെന്നറിയാവോ? ചിലവ് കുറയ്ക്കാൻ വേണ്ടി ആക്കിയതല്ല, കിട്ടുന്നത് തല്ലി തകർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് അവസാനം പിന്നെ ഷട്ടറാക്കിയത്. പിന്നെ കുറേ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈയിടെ വീണ്ടും അത് ഗ്ലാസ് ആക്കിയത്. പക്ഷേ എന്നാലും ഈ എറിയുന്ന പാർട്ടീസ് കുറവില്ല. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, അതേസമയത്ത് നമ്മുടെ രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ തകർക്കാമെന്നുള്ള ചിന്ത. ഇതെങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് 10 കാശുണ്ടാക്കാം, എങ്ങനെ ഇതിനകത്തുനിന്ന് കമ്മീഷൻ അടിക്കാം, ആടി 8 ലൈൻ പാത കോടികൾ കമ്മീഷൻ. ഇതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ചിന്ത. എന്നാൽ ഇത് വരികയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ BMBC അല്ലെങ്കിൽ റബ്ബറൈസ്ഡ് റോഡുകൾ ഗ്യാരണ്ടിയോടെ പണിതാൽ 25 വർഷം വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് വേണ്ട, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇത് വേണ്ട. എൻ്റെ വീടിൻ്റെ വാതൊക്കെ കൂടെ പോകുന്ന ഒരു റോഡുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ പോക്കൃത്തരത്തെക്കുറിച്ച് പറയാം. താർ ചെയ്ത് അങ്ങോട്ടിട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു, അയ്യോ നന്നായല്ലോ. 1 മാസത്തിനുള്ളിൽ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇത്ര മണ്ണമുള്ള ഓസുമായിട്ട് ഓസിടാൻ വേണ്ടി വന്നിട്ട് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് JCBയുടെ ബക്കറ്റ് ആ താറയിലോട്ട് കുത്തി നിന്നിട്ട് റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ അങ്ങ് മാന്തി. 5 അടി താക്കത്തിലാണ് മാന്തുന്നത്. മാന്തി ഇങ്ങോട്ട് വന്നപ്പോൾ റോഡിൻ്റെ സൈഡിൽ പാറയുള്ളിടത്ത് വന്നപ്പോൾ റോഡ് വട്ടം അങ്ങോട്ട് മാന്തി. പിന്നെ ഇങ്ങേ സൈഡ് മാന്തി, ഇങ്ങോട്ട് മാന്തി, അങ്ങോട്ട് മാന്തി. ലാസ്റ്റ് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇപ്പോൾ 4 വീൽ വണ്ടി പോകേണ്ട പരുവത്തിലാക്കിയിട്ടിരിക്കുന്നത്. ഒന്നാമത് അതിനപ്പുറത്തൊരു വലിയ പാറമടയുണ്ട്, ടോറസുകൾ വരുന്ന വഴിയാണ്.
മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചിട്ടു. എന്നാൽ ഈ മാന്തുന്നതിന് മുമ്പ് ഈ PWD ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ മേലെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ലൈൻ ഇടാൻ പോവുക. എന്നാൽ പിന്നെ ഈ ലൈൻ ഇട്ടിട്ട് ഇവന്മാർക്ക് ഈ പോയി കിടന്ന റോഡ് താർ ചെയ്താൽ പോരെ? ചെയ്തില്ല. എന്നാണെന്നറിയാമോ? ആദ്യം താർ ചെയ്തതിന് കാശം, കമ്മീഷൻ, പിന്നെ അത് കഴിഞ്ഞത് മാന്തിയതിന് കമ്മീഷൻ, ഇനി താർ ചെയ്യുന്നതിന് കമ്മീഷൻ. സത്യം പറഞ്ഞ ഇവന്മാർക്കിട്ടൊക്കെ എന്നാന്നാ പറയണ്ടേ? ശുദ്ധ പോക്കൃത്തരമല്ലേ ഈ കാണിക്കുന്നത്? ഇത് ഒരു റോഡ് മാത്രമല്ല ഇത്. എന്നാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരു ഏകോപനം ഉണ്ടെങ്കിൽ ഈ പൈപ്പ് മാന്തിയിട്ട് റെഡിയാക്കിയിട്ട് താർ ചെയ്തായിരുന്നെങ്കിൽ ജനത്തിന് എത്ര ഗുണമായിരുന്നു. എന്തിനാ ഇതിനൊക്കെ തലപ്പത്ത് മന്ത്രി? അമുക്കാൻ വേണ്ടി മാത്രമോ? എന്തിനായി PWD ഉദ്യോഗസ്ഥന്മാർ? തെടനാടുന്ന വേലുകാണാമ്പാറയ്ക്ക് കിടക്കുന്ന റോഡിലാണ് ഈ ശുദ്ധ പോക്കൃത്തരം കാണിച്ചത്. റോഡ് മുഴുവൻ വെട്ടിക്കുത്തിയിട്ടിരിക്കുക. അതുപോലെ ചേന്നാട് പോകുന്ന റോഡിലെല്ലാം കുത്തിപ്പെട്ട്. എന്നിട്ടോ പൈപ്പ് അങ്ങോട്ട് ഇട്ടു, കാസ്റ്റേണ്ട പൈപ്പ്. കാസ്റ്റേണ്ട പൈപ്പ് ഇട്ടല്ല, ഞാനും കോൺട്രാക്ടറായിരുന്നു. നല്ല മണ്ണ് തന്നെ, അല്ലെങ്കിൽ മണലോ നല്ല മണ്ണോ അങ്ങോട്ടിട്ട് ഉറപ്പിക്കണം. ഇത് JCBക്ക് കുഴി കുത്തിയുള്ള കല്ലെല്ലാം കൂടെ കോരി കരയിലോട്ട് വെച്ചു, കാസ്റ്റേണ്ട പൈപ്പ് ഇട്ട് ഈ കല്ലെല്ലാം കൂടെ വാരിയിട്ട് JCBക്ക് 4 ഇടി ഇടിച്ചു. പൊട്ടിപ്പോയ ഇവമാർക്കെന്നാ? പിന്നെ അതിൻ്റെ പേര് മാന്തും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സായിപ്പ് നമ്മുടെ കേരളത്തിൽ വന്നാൽ എങ്ങനെ ചിന്തിക്കുമെന്നറിയോ? ഇവന്മാർ അവിടെ ചെന്നാൽ എങ്ങനെ എറിഞ്ഞു തകർക്കാം, എങ്ങനെ 10 കാശ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു സായിപ്പ് ഇവിടെ വന്നാൽ ധാരാളം റിസോഴ്സസ് ഉള്ള ഒരു സംസ്ഥാനം, നല്ല കാലാവസ്ഥ, 6 മാസം മഞ്ഞ് മൂടി കിടക്കാത്ത സ്ഥലം, എന്നാ വൃക്ഷങ്ങൾ വെച്ചാലും നന്നാകുന്ന വളരുന്ന ഒരു സ്ഥലം, പ്രകൃതി രമണീയമായ ഭൂമി, ധാരാളം വൃക്ഷങ്ങൾ, വ്യവസായത്തിനും ടൂറിസത്തിനും അനന്ത സാധ്യതകൾ. ഈ തീക്കോയി പഞ്ചായത്തൊക്കെ ഭരിക്കുന്ന ഭരണസമിതിക്കൊക്കെ ടൂറിസം എന്ന വാക്കിൻ്റെ പോലും അർത്ഥം അറിയത്തില്ല. ആ പഞ്ചായത്ത് മുഴുവൻ വേസ്റ്റുമായിട്ട് കിടക്കുക. വാഗമണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പോയാൽ ഏത് രോഗം ലോകത്തിലുണ്ടെങ്കിലും അത് മുഴുവൻ വരും. എന്നതാന്ന് പോലും അറിയത്തില്ലാത്ത പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഉള്ള സ്ഥലം ഇതുപോലെയാണ് കിടക്കുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം ജനം പക്ഷേ എന്നെ ചെയ്യും, കാണാനേ പറ്റുള്ളൂ. നയിക്കാൻ, ഈ ജനത്തിനെ കൊണ്ടു നടക്കാൻ വിവരവും ബോധവും ഉള്ള ആരെങ്കിലും വേണ്ടേ? ഇതൊന്നുമില്ലാത്ത, വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത കുറേ എണ്ണം. അപ്പോൾ എന്താ നല്ല വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്താൽ മതിയാവുള്ളൂ ഇവിടുത്തെ ജനത്തിന്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പാനിപ്പട്ടി യുദ്ധത്തെക്കുറിച്ച് പഠിച്ചിട്ട് എന്നാ കാര്യം? ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ആവശ്യമില്ലാത്ത ലോഡും പടി പുസ്തകം ചോദിച്ചുകൊണ്ട് പോയി കഴുതകൾ പോകുന്ന പോലെ പോയിട്ട് എന്നാ കാര്യം? അല്ല, ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ പഠിച്ചത് എന്നതെങ്കിലും നിങ്ങൾക്ക് പിന്നീട് ഗുണപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. വേടൻ്റെ പാട്ടിനി പഠിക്കാൻ പോവുക. എന്നതാ നീ സാറാണേലും എന്നിട്ട് അവസാനോട് തെറിയുണ്ടത്. ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടുത്തെ പിള്ളേർ അവസാനം ഏത് തലത്തിലെത്തും? മദ്യം ഉണ്ടാക്കും, ഒടുക്കത്തെ നികുതി ഇടും, വിൽക്കും. അത് വിൽക്കുന്നിടത്ത് തന്നെ ഇപ്പം ആ വിൽക്കുന്നവൻ തന്നെ മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ അതിന് 20 രൂപ കുപ്പി തിരിച്ചു കൊടുത്താൽ കിട്ടും. അത് കുടിച്ചിട്ട് ഇങ്ങോട്ട് മാറുമ്പോഴേ ഊതിച്ച് ഉടനെ ആശുപത്രി കൊണ്ടുപോകും. എന്നാൽ പിന്നെ ഈ മദ്യത്തിൻ്റെ മാന്യമായ ദൂഷ്യങ്ങളും കൂടി ഈ പിള്ളേരെ പഠിപ്പിക്കണ്ടേ? സ്കൂളുകളിൽ പഠിപ്പിക്കണ്ടേ? ഇത് കുടുംബങ്ങളെ തകർക്കും, ഇത് ആരോഗ്യം തകർക്കും. ഇത് ചെറുപ്പത്തിലെ കുഞ്ഞു മനസ്സിലേക്ക് കയറ്റിയാൽ ഇത് കയറുമല്ലോ. ചെറുപ്പത്തിലെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്താൽ ഈ പരിപാടി അങ്ങ് നിന്നോളുകയല്ലേ? നിൽക്കുകയല്ലേ? മദ്യം ഇവിടെ ഇല്ല, പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാ? മദ്യവും മയക്കുമരുന്നും ഇല്ലെങ്കിൽ അത്ര ഒഴിവാകുമല്ലേ ചെയ്യുന്നത്? മനുഷ്യൻ്റെ ആരോഗ്യമല്ലേ നല്ലത്? ഈ ആയിരങ്ങൾ മരിക്കുന്ന റോഡ് അപകടങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നമാണ്. ചെറുപ്പത്തിലെ തന്നെ അവർക്കൊരു കൃത്യമായ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്താൽ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലിരിക്കും. അത് മറ്റുള്ളവരെ സ്നേഹിക്കുക, സേവിക്കുക, സഹകരിക്കുക, ബഹുമാനിക്കുക. പ്രായമുള്ള ഒരു ബസ്സേ വന്നു കഴിഞ്ഞാൽ, ഒരു രോഗി വന്നാൽ, ഒരു ഗർഭിണി വന്നാൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള മൂല്യമുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതല്ലേ? അത് സമൂഹ തലപ്പത്തിരിക്കുന്നവരെ കാണിച്ചു കൊടുക്കണ്ടേ? ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യം ഞാൻ തെളിച്ച് തന്നെ പറയാം. എൻ്റെ മകൻ ഒരു കോളേജിൽ പഠിച്ചു. ഈ കോട്ടയം ജില്ലയിലാണ് ഇളയ മകൻ. 1ാം വർഷ പിള്ളേരും 3ാം വർഷ പിള്ളേരും തമ്മിൽ അടിവെച്ചു. സാറുമാർ വീഡിയോ എടുത്ത് രസിച്ചു. ഫാക്കൽറ്റികൾ വീഡിയോ എടുത്ത് രസിച്ചു. 1ാം വർഷവും 3ാം വർഷവും പിള്ളേരെന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പക്കാർ പിള്ളേർ തമ്മിൽ അടിവെച്ചാൽ പിടിച്ചു മാറ്റാൻ പറ്റുമോ? എൻ്റെ മകൻ ചെന്ന് പിടിച്ചു മാറ്റി. അവൻ്റെ 2 കൂട്ടുകാരോടെ കൂടി. അവസാനം എന്നാ സംഭവിച്ചെന്നറിയോ? അടി കൊണ്ടവന് ഒരാഴ്ച സസ്പെൻഷൻ, അടി കൊടുത്തവന് 15 ദിവസം സസ്പെൻഷൻ, പിടിച്ചു മാറ്റാൻ പോയവന് 10 ദിവസം സസ്പെൻഷൻ. ഞാൻ ചെന്ന് ചോദിച്ചു, ഇതിനകത്ത് എന്നതാ മൂല്യമുള്ളത്? അവർ പറഞ്ഞു, ഇവിടുത്തെ നിയമം ഇതാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അടി കൊണ്ട് ചാകുകയാണെങ്കിൽ
കറുത്ത ബാഡ്യമൊക്കെ കുത്തി അവിടെ പോയി നിന്ന് പ്രസംഗിക്കാമല്ലോ. നമ്മുടെ കലാലയങ്ങളിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾക്ക്. എന്നാൽ ഈ നാറികളെ കറക്റ്റ് സമയത്ത് അവരവിടെ നിന്ന് ആ വീഡിയോ എടുക്കാതെ ഈ പിടിച്ചു മാറ്റിയ പിള്ളേർക്കിട്ട് ശിക്ഷ കൂടെ കൊടുക്കുക. ഇനി ജീവിതകാലത്ത് ആ പിള്ളേർ എവിടെയെങ്കിലും പോയി ചെയ്യുമോ? ഞാൻ ആ സാറന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ രാവിലെ പിള്ളേർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഒരു മനുഷ്യൻ വഴി കടന്നു, വീണ് കിടന്നു, ഒരു അപകടം കണ്ടു, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ അവർ എടുത്തോണ്ട് പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഇത് കൂട്ട് കുറച്ച് ഓഞ്ഞ അധ്യാപകന്മാരും ഇവരെല്ലാം വലിയ HOD എന്നാണ് പറഞ്ഞത്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആരുടെ ഹെഡ്? എന്നാ ഹെഡ്? ബോധവും വെളിവും ഇല്ലാത്ത ഇവനെയൊക്കെ HOD എന്ന് വിളിച്ചിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്? സമൂഹത്തോടൊരു ബാധ്യതയില്ലാതെ. അതായത് വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി പൊളിച്ചെഴുതണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പൊതുമുതൽ സ്വന്തം മുതൽ പോലെ സംരക്ഷിക്കുന്നതും മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് എറിയാത്തതുമായ, അങ്ങനെ കണ്ട അതിനെ പ്രതികരിക്കുന്നതുമായ ഒരു മൂല്യമുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടായേ മതിയുള്ളൂ. ഉണ്ടാകണമെങ്കിൽ തലയ്ക്കകത്ത് വെളിവുള്ളവൻ തലപ്പത്ത് വരണം. കള്ളനും കൊള്ളക്കാരനും ചാപ്പി കറി വെച്ചവനും ഒന്നും കയറി വന്നു കഴിഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. അതിന് ബോധമുള്ളവൻ വരണം, വിവരമുള്ളവൻ വരണം. അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാകും എന്ന് ആശംസിച്ചുകൊണ്ട്, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒക്കെ നമ്മുടെ കാലത്തെങ്കിലും കാണാനൊക്കണേ, ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും കാണാനൊക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുവേണ്ടി ചെറുപ്പക്കാർ പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.